തേൻതുള്ളികൾ. The message from one of the greatest, exceptionally erudite German writer. He is a researcher and a scholar, and he has written lot of books. ധാരാളം പുസ്തകം എഴുതിയിരിക്കുന്ന ഒരു ജർമ്മൻ പണ്ഡിതൻ ജോർജ് ഫ്യൂർസ്റ്റീൻ. And expired, passed away on 2012, 8 years back. Great German scholar with a fantastic personality in look also. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരികളൊന്ന് നോക്കാം. From earliest time, Indian man has shown a distinct predilection for philosophical speculation about the nature of man and the universe. പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അസാധാരണമാം വിധത്തില് വിവരിക്കാൻ, തത്വചിന്താപരമായിട്ട് ദാർശനികമായിട്ട് വിവരിക്കാൻ ഭാരതീയർക്ക് പണ്ട് മുതൽക്കേ കഴിവുണ്ടായിരുന്നു. മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും. As is the microcosm, so is the macrocosm. As is the human body, so is the cosmic body. Ancient Indians always had an exceptionally brilliant philosophical approach and vision-based approach in explaining the human nature and the nature as such, and also the cosmic system. പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും അത്യഗാധമായിട്ട് വിവരിക്കാൻ ഭാരതീയർക്ക് കഴിവുണ്ടായിരുന്നു. ലോങ് ബിഫോർ ദ റൈസ് ഓഫ് ഗ്രീക്ക് തോട്ട്. ഗ്രീക്ക് ചിന്താധാരകളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഗ്രീക്ക് ചിന്താധാരകൾ ഉണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, സോക്രട്ടീസ് ആയാലും യൂക്ലിഡ് ആയാലും ആരെടുത്താലും അവരെക്കാളൊക്കെ എത്രയോ മുമ്പ് ഇന്ത്യൻ സേജസ് grappled with the profoundest problems of philosophy. ഭാരതത്തിലെ ഋഷിമാര് തത്വചിന്തകളുടെയും ദർശനങ്ങളുടെയും അത്യഗാധമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള തേജസ്സാർന്ന ചൈതന്യവത്തായ ആ ചിന്താധാരകളിലെ ഓരോ പ്രശ്നങ്ങളെയും അവർ വിവരിച്ചിരുന്നു, ഓരോ ബിന്ദുവും അവർ വിവരിച്ചിരുന്നു. By the time the Gita was compiled, ഭഗവത്ഗീത കമ്പൈൽ ചെയ്ത സമയത്ത് BC 3140 കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പ്, 38 years prior to the beginning of Kali Yuga. Kali Yuga started 3102 February 17th, Thursday, midnight 11:55. 3102 BC, February 17th, Thursday, midnight 11:55. The Sun, Moon, Earth, Mercury, Mars, Jupiter, Venus and Saturn came to the Alpha Aries point. മേടസംക്രാന്തി രേഖയിൽ വന്നു സൂര്യനും ചന്ദ്രനും ഭൂമിയും, അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി. That time BC 3102 February 17th, midnight 11:55, and that is the beginning of Kali Yuga. 38 years prior to that, 38 വർഷം അതിനു മുമ്പ്, അതായത് BC 3140, when Bhagavad Gita was compiled, philosophical enquiry had already reached a noteworthy degree of maturity. ഭാരതത്തിലെ ദർശനങ്ങള്, ദാർശനിക ചിന്താധാരകള്, ഭാരതത്തിലെ തത്വശാസ്ത്രങ്ങള് അസാധാരണമായ പക്വതയുടെ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. The philosophical outlook and the visions of the great sages had already reached a level of great maturity when Bhagavad Gita was compiled. Bhagavad Gita compile ചെയ്തപ്പോഴത്തേക്കും തന്നെ നല്ല പക്വത വന്നു കഴിഞ്ഞിരുന്നു. 5160 വർഷങ്ങൾക്ക് മുമ്പ്. Complexity and coherence, degree of maturity, complexity and coherence, അത് പക്വത വന്നിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ടുള്ള ലെവലിലേക്ക് കോംപ്ലക്സ് ആയിട്ടുണ്ട്. സർവ്വതും ചേർത്തിട്ട് ഗംഭീരമായിട്ടുണ്ട്. എല്ലാത്തിനെയും ചേർക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്.
the musings of the early Vedic seers had developed in depth and breadth as well as in clarity and precision. ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പുരാതന ഭാരതത്തിൽ കാണാൻ സാധിക്കും. The early Vedic seers, വേദ എഴുതിയ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്, the great rishis known as Mantradrashtaraha. They were also called Apaurusheya, far above the human intellectual capacity. അപൗരുഷേയരായ ഋഷിമാര്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്, അവരുടെ വേദിക് ചിന്തകള്, the thoughts connected, thoughts explained in Vedas, that has reached the climax during the period of the compilation of Bhagavad Gita. Bhagavad Gita compose ചെയ്യുന്ന കാലത്ത് ഇതതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരുന്നു. Not only in its area but also depth and breadth as well as in clarity and precision. വളരെ വ്യക്തമായിരുന്നു, വളരെ സൂക്ഷ്മമായിരുന്നു, വളരെ വ്യക്തമായിരുന്നു, വളരെ സൂക്ഷ്മമായിരുന്നു, അത്യഗാധമായിരുന്നു, അതിവിസ്തൃതമായിരുന്നു. അത്യഗാധമായിരുന്നു, അതിവിസ്തൃതമായിരുന്നു. ഇതൊക്കെ പറയുന്ന ജർമ്മൻ സ്കോളർ. In India you can see the Christians, Muslims and the communist Hindus might have, due to their horrible birth in an inappropriate place, they denigrate Indian thoughts, degrade Indian thoughts, belittle Indian thoughts, make fun of Indian thoughts, and general Hindus are ignorant about it. കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള് നമ്മുടെ പൈതൃകത്തെ അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു, ഇടിച്ച് താഴ്ത്തുന്നു, കരിവാരി തേക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ മതത്തിന്റെ കച്ചവടം. തുപ്പാനും ചീറ്റാനും മൂത്രമൊഴിക്കാനും പഠിപ്പിക്കുന്ന ഒരു വിഭാഗത്തിനോട് എന്താ പറയുക അല്ലേ? So remember that. Bhagavad Gita, Indian thoughts, Indian rishis, our philosophy, our darshana. Darshana means visions. And that is been explained by George Feuerstein, the great German scholar, who has composed many books, writer, speaker and so on. I will read once again. നല്ല എഴുത്തുകാരൻ, നല്ല പണ്ഡിതൻ, നല്ല അറിവുള്ള ആള്. From earliest times Indian man has shown a distinct predilection for philosophical speculation about the nature of man and the universe. Long before the rise of Greek thought, Indian sages grappled with the profoundest problems of philosophy. By the time the Gita was compiled, philosophical inquiry had already reached a noteworthy degree of maturity, complexity and coherence. The musings of the early Vedic seers had developed in depth and breadth as well as in clarity and precision during that period. ഇപ്പോഴും കേരളത്തിലെ ചില ബുദ്ധിജീവികളുണ്ട്, നമ്മളിതൊക്കെ പഠിച്ചത് ഗ്രീക്കിൽ നിന്നാണ് എന്ന് പറയുന്നത്, ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് ഭാരതത്തിൽ പലതും എടുത്തത് എന്ന് പറയുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഒന്നേ പറയാനുള്ളൂ, നമ്മളുടെ നാടിന് പലതരത്തിലുള്ള ശാപമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ചൈനീസ് വൈറസ് അതൊരു ശാപം, ദ കേഴ്സ് ഫ്രം ചൈന, ചൈനീസ് വൈറസ്, ദ റിലീജിയസ് വൈറസ് and media virus and political virus, and we have got 4 virus inside and outside India, in the mind of the people and outside the mind of people. 4 virus, that is Indian danger India is facing.